CCTVയിൽ പതിഞ്ഞ പ്രതിയെ തേടി സംസ്ഥാന വ്യാപക പോലീസ് വേട്ട തുടരുമ്പോഴാണ് കേസിൽ അനവധി ദുരൂഹതകൾ ഇടം പിടിക്കുന്നത്. സെയ്ഫ് അലി ഖാന്റെ നട്ടെല്ലിന്റെ ഭാഗത്ത് നിന്ന് ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കത്തിയുടെ രൂപമാണ് ഒന്ന്. കൃത്യമായി അറുത്തെടുത്ത ആകൃതിയാണ് സെയ്ഫിന്റെ പുറം തുളച്ചു കയറിയ കത്തിയുടെ 3 ഇഞ്ച് കഷ്ണത്തിനുള്ളത്. ഒപ്പം അക്രമിയുടേതായി പോലീസ് പുറത്തുവിട്ട രണ്ടാമത്തെ CCTV ദൃശ്യവും. ഇന്നലെ പുലർച്ചെ 1:37 സെയ്ഫിന്റെ വീട്ടിലേക്ക് മോഷണത്തിനായി പ്രതി ഫയർ എക്സിറ്റ് ഗോവണി വഴി കയറിപ്പോകുന്ന ദൃശ്യമാണ്. മുഖം മറച്ചിട്ടുണ്ട്. അക്രമി ചെരുപ്പ് ധരിച്ചിട്ടില്ല. എന്നാൽ ആക്രമണത്തിന് ശേഷം പ്രതി 2:33 ഇതേ ഗോവണിയിലൂടെ ഓടിയിറങ്ങുമ്പോൾ ഷൂ ധരിച്ചിട്ടുള്ളത് നേരത്തെ പുറത്തുവന്ന CCTV ദൃശ്യത്തിൽ പതിഞ്ഞിട്ടുമുണ്ട്. CCTVയിലെ ദൃശ്യവുമായി സാമ്യമുള്ളയാളെ കസ്റ്റഡിയിലെടുത്ത് ബാന്ദ്ര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ഇന്ന് രാവിലെ മുതൽ ചോദ്യം ചെയ്തെങ്കിലും അയാൾക്ക് കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിനിടയിൽ സെയ്ഫിന്റെ വീട്ടിൽ മരപ്പണിക്കെത്തിയ വാരിസ് അലി എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ആരോപിച്ച് ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്തതാണോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുമില്ല. സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യസ്ഥിതിയിൽ നിലവിൽ പുരോഗതിയുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അദ്ദേഹത്തെ ICUവിൽ നിന്ന് മാറ്റി ഒരാഴ്ച നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും. അതേസമയം പ്രതിയെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരം ലഭിക്കാൻ വീട്ടിലെ ജോലിക്കാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.